ജനിച്ച് കുറച്ചേ ആയിട്ടുള്ളൂ, ദിവസങ്ങളോളം ആയിട്ടുള്ളൂ. അപ്പം തന്നെ ഓർഡർ ഏറിയ അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പോകണം. അവിടെ പോയി ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല. ഇവിടെ നിയമം എതിരാണ്, രാജാവ് എതിരാണ്, എല്ലാവരും എതിരാണ്. ഇപ്പോൾ എല്ലാവരെയും കൊല്ലാൻ പോവാണ്. ഭീകരമായ നിയമം രാജ്യത്ത് നടപ്പിലാവുകയാണ്. ജീവിക്കാൻ വേറെ വഴിയില്ല. ഉടനെ ഉള്ള സഹനവും വേദനയും അനുഭവിച്ച് അടുത്ത സ്ഥലത്തേക്ക് നോക്കൂ. തള്ളപ്പെടുന്ന, ജനിച്ച സ്ഥലത്ത് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റാത്ത ഒരു തള്ളപ്പെടുന്ന അനുഭവം. രാജ്യമെതിര്, നിയമമെതിര്, ലോകമെതിര്, മൊത്തത്തിലെതിര്. ഒരു മനുഷ്യനും ഒരു കുടുംബവും തകർന്നു പോകാൻ ഇത്രയൊക്കെ മതി. പക്ഷെ ഇവർ അതൊക്കെ നോക്കൂ. ഈ ബൈബിൾ എഴുതിയിരിക്കുകയാണ്, തള്ളപ്പെടുന്ന അനുഭവം ഉണ്ടായി. രാജ്യത്തു നിന്നും, താമസിക്കുന്ന സ്ഥലത്തു നിന്നും, ജനിച്ച സ്ഥലത്തും, ജനിച്ച ഉടനെയും സത്രത്തിൽ എല്ലായിടത്തും തള്ളപ്പെടുന്ന അനുഭവം ഉണ്ടായി. ഈ തള്ളപ്പെടുന്ന അനുഭവം അനുഭവിച്ച ആളാണ് യേശു. ഈ യേശുവിനെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറിയിരിക്കുന്നു. എന്താ ഈ മൂലക്കല്ലെന്നറിയോ? ഈ സെൻറ്റർ ഓഫ് അട്രാക്ഷനാണ് മൂലക്കല്ല്. അതായത് ശ്രദ്ധാകേന്ദ്രം എന്നൊക്കെ പറയും. ഇപ്പം നിങ്ങളൊരു വീട് പണിയാണെങ്കിൽ കല്ലൊക്കെ ലോറിക്ക് കൊണ്ടുപോയി, ടിപ്പറിന് കൊണ്ടുപോയി കല്ലൊക്കെ ഇങ്ങനെ കൂട്ടിയിടും. നാളെയാണ് അതിൻ്റെ മെയിൻ കല്ല് വെക്കുന്ന ദിവസമെങ്കിൽ, മെയിൻ കല്ല്, ആദ്യത്തെ കല്ല് വെക്കുന്ന ദിവസമെങ്കിൽ ആ സമയത്ത് മൂലക്കല്ലാകാൻ അതിൻ്റെ പണിക്കാരൻ കണ്ടുവച്ച കല്ല് ഏതെങ്കിലും ഒരു കല്ലെടുത്ത് വെക്കത്തില്ല. മുഖമുള്ള കല്ലെന്ന് പറയും. അതതിനൊരു പറ്റിയ കല്ലുണ്ട്, ഏതെങ്കിലും കല്ല് കൊണ്ട് അതാണ് ആശീർവദിക്കുകയും വെഞ്ചരിക്കുകയും ഒക്കെ ചെയ്ത് മൂലക്കല്ലാക്കി വെക്കുന്നത്. അത് സെലക്ട് ചെയ്യുന്ന കല്ലാണ്. അത് സെൻറ്റർ ഓഫ് അട്രാക്ഷനാണ്. അത് രണ്ട് കൈകൊണ്ടും മേടിച്ച് പ്രാർത്ഥനയോടെ അത് വയ്ക്കുന്ന കല്ലാണ്. ആദ്യം വയ്ക്കുന്ന കല്ലാണ്. അതിന് പ്രത്യേകതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ വാക്യമാണ് 12-ാം അധ്യായം 10-ാമത്തെ വാക്യം. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറും. ആരെങ്കിലും നിങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ടോ, നിങ്ങളെ ദൈവം മൂലക്കല്ലാക്കി മാറ്റും. പഴയ നിയമത്തിലെ ജോസഫ് സഹോദരന്മാർക്ക് വേണ്ടാത്തവനായിരുന്നു. അവനെ വന്നപ്പോൾ ഒരു പട്ടിക്കുഞ്ഞിനെയും പൂച്ചക്കുഞ്ഞിനെയും പോലും ഒരാൾ ഒരു കിണറ്റിലിടാറില്ല. സ്വാഭാവിക മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും ചെയ്യാറില്ല. പക്ഷേ കൂടെ മനുഷ്യരായ സഹോദരങ്ങൾ എന്തു ചെയ്തു? ഒരു പൂച്ചക്കുഞ്ഞിനെയും പട്ടിക്കുഞ്ഞിനെയും ഇടുന്ന പോലെ സഹോദരനെ കിണറ്റിലേക്കിട്ടു. മരുഭൂമിയിലെ പൊട്ടക്കിണറ്റിലിട്ടു. അവർക്ക് വേണ്ടായിരുന്നു അവനെ. എന്നിട്ട് അവൻ്റെ വസ്ത്രം കീറി, അവനെ കുറച്ച് പൈസയ്ക്ക് അവനെ വിറ്റു. ആ പൈസ കൊണ്ട് അവർ വലിയ രാജാവായി ജീവിച്ച് രക്ഷപ്പെട്ടു എന്നൊക്കെ വിചാരിച്ചു. ആർക്കും വേണ്ടാത്തവനാണ്. പിന്നീട് ഇവർക്ക് ജീവിക്കാൻ വഴിയില്ലാതായപ്പം, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതായപ്പം, ആകെ ചുറ്റോട് ചുറ്റും അലഞ്ഞ് ഈ ജോസഫിൻ്റെ കാൽച്ചുവട്ടി വന്ന് നിൽക്കുന്നത്. ഈ വചനം കറക്റ്റല്ലേ? ആർക്കും വേണ്ടാതെ തള്ളിക്കളഞ്ഞവൻ ആ രാജ്യത്തിൻ്റെ മൂലക്കല്ലായി മാറി. പ്രിയപ്പെട്ടവരെ, സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തോ വീടിൻ്റെ സാഹചര്യത്തിലോ ഒക്കെ ഇതുപോലെ തള്ളിക്കളഞ്ഞ അനുഭവമുള്ളവർ ചിലർ പറയാറുണ്ട്, എന്നെ എല്ലാവരും തള്ളിക്കളഞ്ഞു, എൻ്റെ സഹോദരങ്ങൾ എന്നെ തള്ളിക്കളഞ്ഞു, എൻ്റെ ബന്ധുമിത്രാദികൾ എന്നെ തള്ളിക്കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും ദൈവം നിങ്ങളെ തള്ളിക്കളയത്തില്ല. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ഹൃദയത്തിനകത്ത് സൂക്ഷിച്ച് 1500 പ്രാവശ്യം ആവർത്തിച്ചു പറയണം, ദൈവം എന്നെ തള്ളിക്കളയത്തില്ല. ദൈവം എന്നെ തള്ളിക്കളഞ്ഞായിരുന്നെങ്കിൽ പണ്ടേ നിങ്ങൾ മണ്ണിനടിയിലായി പോയേനേയും. എത്രയോ മനുഷ്യരും എത്രയോ ആളുകളും നിങ്ങളെ ഈ പ്രായത്തിനിടയിൽ തള്ളിക്കളഞ്ഞു. നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ടും നിങ്ങൾ എങ്ങനെ പിടിച്ചിത്ര അതിജീവിച്ചു? ദൈവം നിങ്ങളെ തള്ളിക്കളയാത്തതുകൊണ്ട് ദൈവം നിങ്ങളെ തള്ളിക്കളയില്ല. നിങ്ങളുടെ ഹൃദയമാകുന്ന ഡയറിയിൽ വലിയ അക്ഷരത്തിൽ, വേഗത്തിൽ ഓടുമ്പോൾ പോലും വായിക്കാൻ കഴിയത്തക്ക വിധം വലിയ അക്ഷരത്തിൽ എഴുതി വെക്ക്, ദൈവം എന്നെ തള്ളിക്കളയത്തില്ല എന്ന്. ദൈവം എന്നെ തള്ളിക്കളയത്തില്ല. ദൈവം നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. ജോസഫിനെ എല്ലാവരും തള്ളിക്കളഞ്ഞു. എനിക്കൊരു വാക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഒരു വാക്ക്, കുടുംബക്കാരെല്ലാം ഒത്തിരി സമ്പന്നരാണ്, എല്ലാവർക്കും അത്യാവശ്യം സാമ്പത്തികമുണ്ട്. ഒരു കൂട്ടർക്ക് മാത്രം ഒട്ടുമേ സാമ്പത്തികമില്ല, ദാരിദ്ര്യം പിടിച്ച അവസ്ഥയിലാണ്. അവർ അവസാനം അവരുടെ ജീവിതം തന്നെ അവസാനിപ്പിക്കാമെന്ന് തീരുമാനിച്ച് അവർ ഏതോ ഒരു പ്രാർത്ഥിക്കുന്ന ഒരാളുടെ അടുത്ത് പോയി ആ മനുഷ്യനോട് പറഞ്ഞു,
അച്ഛനോ സിസ്റ്ററോ അല്ല, റെവറൻ ഫാദറോ റെവറൻ സിസ്റ്ററോ അല്ല അവർ ചെന്നത്. ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ അടുത്താണ്. ആരോ പറഞ്ഞു, ആ മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമാണ്. അയാളുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞ്, ബ്രദറെ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്നതാണ്, ഇന്നയാൾ പറഞ്ഞിട്ടാണ് വരുന്നത്, ഞങ്ങൾ ഒത്തിരി വിഷമത്തിലാണ്, ബ്രദർ ഞങ്ങൾക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കാമോ? ആ ബ്രദർ പറഞ്ഞു, ഞാൻ വീട്ടിലിങ്ങനെ പ്രാർത്ഥിക്കാറില്ല, ഞാൻ ഇന്ന സ്ഥലത്ത് വരുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, വീട്ടിൽ പ്രാർത്ഥിക്കാൻ എനിക്ക് അനുവാദമില്ല. അപ്പോൾ ആ മനുഷ്യർ അവർ പറഞ്ഞ്, ഞങ്ങൾ ഉപേക്ഷിക്കരുത്, ഞങ്ങൾക്ക് വേറൊരു വഴിയില്ലാത്തത് കൊണ്ട് ഇവിടെ വന്നതാണ്, വീട്ടിൽ പ്രാർത്ഥിക്കുകയില്ല എന്ന് ഞങ്ങൾക്കറിയാം, ഇതൊരു പ്രാർത്ഥനാലയമല്ലെന്നും ഇതൊരു വീടാണെന്നും നിങ്ങൾ കുടുംബമായി താമസിക്കുന്ന ഒരു സ്ഥലമാണെന്നും ഞങ്ങൾക്കറിയാം, പക്ഷേ ഒരു നിമിഷം ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അങ്ങനെ ഒരു പ്രശ്നത്തിലാണ് എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ പറഞ്ഞു, വായിരിക്കുക. തിണ്ണയിലോട്ട് ഇരുത്തി, ചെറിയൊരു വീട്. അയാൾ പ്രാർത്ഥിച്ചു. അയാൾ ബാക്കി കാര്യങ്ങളൊക്കെ കേൾക്കുന്നതിന് അയാൾ രാവിലെ എഴുന്നേറ്റ് ഈ റബ്ബറൊക്കെ വെട്ടുന്ന ആളാണ്. വലിയ സ്കൂൾ വിദ്യാഭ്യാസമോ വലിയ സ്കൂളിലെ അധ്യാപകനോ ഒന്നുമല്ല. സാധാരണ റബ്ബർ വെട്ടി ജീവിക്കുന്ന, അത്യാവശ്യം മറ്റൊരാളുടെ വീട്ടിൽ പോലും പണിക്ക് പോകുന്ന, പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. പക്ഷേ മക്കളൊക്കെ നല്ല നിലയിലായി വരുന്ന ഒരാളാണ്, പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്, സത്യസന്ധമായി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അയാൾ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ എല്ലാവരും തള്ളിക്കളഞ്ഞല്ലോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോഴേ അവർക്ക് സങ്കടം ഒതുക്കാൻ കഴിഞ്ഞില്ല. അവർ വല്ലാതെ ആ മനുഷ്യൻ്റെ മുമ്പിൽ കുറച്ചു നേരം ഒരു വാക്കുകൾ പോലും പറയാൻ കഴിയാത്ത വിധം അവർ കരഞ്ഞു. അതിനുശേഷം ആ കരഞ്ഞ സമയത്തെല്ലാം കുറേ നേരം കണ്ണടച്ചിരുന്ന് അവരുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അയാൾ വീണ്ടും ദൈവത്തിൻ്റെ സ്വരം പറഞ്ഞു, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ദൈവം എന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയുന്നു. എല്ലാവരും നിങ്ങളെ തള്ളിക്കളഞ്ഞപ്പോൾ നിങ്ങൾ ചെന്നു വീണത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ് എന്ന് പറഞ്ഞു. അതുമതിയായിരുന്നു ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടാൻ. അതുമതിയായിരുന്നു അവരുടെ ജീവിതം ഉയർത്തെഴുന്നേക്കാൻ. ആ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ ഒരു സ്വരം പറഞ്ഞു, എല്ലാവരും നിങ്ങളെ തള്ളിക്കളഞ്ഞപ്പോഴും നിങ്ങൾ ചെന്നു വീണത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. പലരും നിങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ട്, പലരും നിങ്ങളെന്ന വ്യക്തിയെ തള്ളിക്കളഞ്ഞതാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ അതിജീവിക്കാൻ കാരണം? തള്ളിക്കളഞ്ഞപ്പോൾ നിങ്ങൾ ചെന്നു വീണത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ജോസഫ് പൊട്ടക്കിണറ്റിൽ വീണയാളാണ്. പൊട്ടക്കിണറ്റിൽ വീണയാളുടെ നടുവൊടിയണ്ടേ, കാലൊടിഞ്ഞു പോകണ്ടേ, തല പൊട്ടിപ്പോകണ്ടേ, ബോധം നഷ്ടപ്പെടണ്ടേ? ഒരു ചെറിയ പൊക്കത്തിൽ നിന്ന് താഴെ വീണാൽ മതി നമ്മുടെ കാലും നട്ടലും ഒക്കെ പൊട്ടിപ്പോയി ബോധം പോകാൻ, മാസങ്ങളോളം ആശുപത്രി കിടക്കാൻ. ജോസഫ് ഒരു ദിവസം പോലും ആശുപത്രി കിടന്നില്ല. ഒരു തുന്നിക്കെട്ടലും ഒരു ഓപ്പറേഷനും ആവശ്യമായി വന്നില്ല. എന്തായിരിക്കും കാരണം? മിക്കവാറും കാരണം ഇതായിരിക്കും, എല്ലാവരും ആ കിണറ്റിലോട്ട് അങ്ങ് ഇട്ടപ്പോഴും ആ കിണറ്റിലുണ്ടായിരുന്നു താങ്ങുന്ന, ഈ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ഒരു കരം. ചെന്നു വീണത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ഇതുപോലെ പല കിണറ്റിലും തള്ളിയിട്ടതാണ് നമ്മളെ പലരെയും, എന്നെയും നിങ്ങളെയൊക്കെ പലരും തള്ളിയിട്ടു. തീർന്നു എന്നാ തള്ളിയിട്ടവർ വിചാരിച്ച്. പക്ഷെ നമ്മൾ ദൈവകൃപയിൽ ചെന്നു വീണത് സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. അതുകൊണ്ട് തള്ളപ്പെട്ടു എന്നോർത്ത് ആരും വിഷമിക്കരുത്. തള്ളപ്പെട്ട നിങ്ങളെ ദൈവം മൂലക്കല്ലാക്കി മാറ്റും. ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഇനി കൂടെയുള്ള ശിഷ്യന്മാരാരാണ്? 12 പേരെ കൂടെ കൂട്ടി ഒരു കുടുംബം പോലെ ജീവിച്ചിരുന്ന 12 പേരാണ്. ഊണിലും ഉറക്കത്തിലും എവിടെ പോകുമ്പോഴും ഒരുമിച്ച്. അതിലൊരാൾ തള്ളിപ്പറഞ്ഞു, ഒരാൾ ഒറ്റിക്കൊടുത്തു. അവിടെയും ഭയങ്കരമായ തള്ളിക്കളയുന്ന അനുഭവം ഉണ്ടായി. ഒരു വീട് പോലെ കണ്ടിരുന്നവർ തള്ളിക്കളഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റില്ല ആ വേദന. അത് ഒരു കത്തി നമ്മുടെ ശരീരത്തോട്ട് ഡയറക്റ്റ് കയറ്റുന്ന വേദനയേക്കാൾ വലുതാണ്. കൂടെ ഒരു കുടുംബം പോലെ കൊണ്ടു നടന്നിട്ട് അവർ നമ്മളെ ചതിച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മളതോടെ ഡൗണായി പോകും. യേശുക്രിസ്തു അവിടെയും തള്ളപ്പെടുന്ന അനുഭവം ഉണ്ടായി. നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അറിയാം, യേശുക്രിസ്തു മലമുകളിൽ പ്രാർത്ഥിക്കാൻ പോയിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, കുറച്ചു നേരം അവിടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എല്ലാവരും സുഖമായി ഉറങ്ങുന്നതാണ് കണ്ടത്. ഒരാൾ അത്രയും സ്നേഹത്തിൽ നിൽക്കുന്ന ഒരാളോട് അത്രയും ചങ്കുപൊട്ടി നിൽക്കുന്ന, വേർപ്പുതുള്ളി പോലും രക്തത്തുള്ളിയായി മാറുന്ന രീതി പ്രാർത്ഥിക്കുമ്പോഴും കൂടെയുള്ളവർ കിടന്ന് ഉറങ്ങുമ്പോൾ നമ്മളാണെങ്കിൽ ഓർത്ത് വയ്ക്കും, നമ്മളൊരു ഒത്തിരി വിഷമത്തിലാണ് എന്ന് നിൽക്കുന്ന ഒരു കുടുംബനാഥൻ അത്രയും വിഷമത്തിലിരിക്കും, ഭാര്യയും മക്കളും അപ്പുറത്ത് സുഖമായി കിടന്ന് ഉറങ്ങുവാണെങ്കിൽ നിങ്ങൾ ഓർക്കില്ല, ഇവർക്കൊക്കെ എന്ത് സ്നേഹമാണ് ഉള്ളത്, എന്ത് സ്നേഹമാണ് ഇവർക്കൊക്കെ ഉള്ളത്. ചുമ്മാ വാക്കിൽ മാത്രമുള്ള സ്നേഹം തോന്നത്തില്ലേ? എല്ലായിടത്തും തള്ളപ്പെടുന്ന അനുഭവം യേശുക്രിസ്തുവിനുണ്ടായി, കൂടെയുള്ളവരിൽ നിന്ന് പോലും. പക്ഷേ ബൈബിൾ പറയുന്നു, തള്ളപ്പെട്ട ഈ കല്ല് മൂലക്കല്ലാക്കി ദൈവം മാറ്റി. നിങ്ങൾ എവിടെയെങ്കിലും തള്ളപ്പെട്ട ആളാണോ, ദൈവം നിങ്ങളെ മൂലക്കല്ലാക്കി മാറ്റും. നിങ്ങളുടെ കുടുംബത്തിലെ സെൻറ്റർ ഓഫ് അട്രാക്ഷനാക്കി ദൈവം മാറ്റും. അതാ മൂലക്കല്ലെന്നൊക്കെ പറഞ്ഞാൽ അതാ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റും. അത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അത് വിശ്വസിക്കുക.
അത് വിശ്വസിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടിയും ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും ഈ തള്ളപ്പെട്ട അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ടാകാം, ആളുകളുണ്ടാകാം, കുടുംബങ്ങളുണ്ടാകാം, മനസ്സിന് മുറിവേറ്റ് ചതഞ്ഞ് ജീവൻ നഷ്ടപ്പെട്ട മനസ്സുള്ളവരുണ്ടാകാം. സാരമില്ല, ദൈവം നിന്നെ മൂലക്കല്ലാക്കി മാറ്റും. അത് അഹങ്കരിക്കാനല്ല, അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവമാണ് നിന്നെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ, മൂലക്കല്ലാക്കി മാറ്റുന്നത്. ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ ഒരുപാട് ദിവസങ്ങൾ 33 ദിവസത്തെ പ്രാർത്ഥന നിയോഗത്തോടെയുള്ള പ്രാർത്ഥനയാണ്. മറന്നുപോകരുത്. ശാലോം TV-യിലൂടെ ഉണ്ടാകുന്ന ഈ ഒരു പ്രാർത്ഥന ശുശ്രൂഷ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അനേകരുടെ സൗഖ്യത്തിനും വിടുതലിനും രക്ഷയ്ക്കും കാരണമാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം.